നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മാർട്ടിൻ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടി ശ്വേത മേനോനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവർ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് യൂത്തിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അതിനകത്ത് കാര്യമായ അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുക്കാം. ഇത് എന്തൊക്കെയാണ് സാർ പ്രധാനമായും പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രധാനമായും പരിശോധിക്കുന്നത്? അല്ല, കേസിൽ അവർ എന്താണ് എലിഗേഷൻസ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോൾ അത് തന്നെയാണ് അവരുടെ എലിഗേഷൻ. അപ്പോൾ ഒരു 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രങ്ങളും ഇപ്പോൾ തന്നെ പരസ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അവരഭിനയിച്ചതായി പറയുന്നത് നിയമാനുസൃതം അഭിനയിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. മറ്റൊന്ന് പറയുന്നത് പോൺ സൈറ്റുകളെ കുറിച്ചാണ്. ഈ സൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോൺ സൈറ്റുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കും സാർ അതിന്റെ? അപ്പൊ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ അന്വേഷിച്ചിട്ട് ശേഷം ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്ന കാര്യങ്ങൾ നമ്മൾ അതാത് സമയത്ത് അറിയിക്കും. സാർ, ഇതിനകത്ത് ഈ പോലീസ് കേസിനെതിരെ ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് പോലീസ് നോക്കിക്കാണുന്നത്? ഈ കേസ് രജിസ്റ്റർ ചെയ്തതുമായി അല്ല, ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യണം. മറ്റൊരു കാര്യം, ഈ വേടനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടി എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് ഉടൻ അറസ്റ്റിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? എങ്ങനെയാണ്? അപ്പോൾ വേടന്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. വേടൻ അബ്സ്കോണ്ടിംഗ് ആണോ ഇപ്പോൾ നിലവിൽ? എന്നെ പറയുന്നില്ല, നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിലെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ നിലവിലെ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. സാർ, ഇപ്പോൾ നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് വേടൻ അബ്സ്കോണ്ടിംഗ് ആണ് എന്നാണ്. നമുക്ക് അതൊന്നും പറയാനില്ല. സർ, വ്യവസായത്തിൽ ഹണി ട്രാപ്പ് കേസ്, ഇതിൽ വ്യവസായിക്കെതിരെ അതിഥിയായ സ്ത്രീ തന്നെ പരാതി നൽകിയിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിലാണ്? അപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ചാട്ടുകൾ മറ്റ് പല സന്ദർഭങ്ങളിൽ അവർ ഫേസ് ചെയ്ത ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർ എന്താണ് ചാട്ടുകൾ ഉള്ളത് എന്ന വിഷയങ്ങൾ നമുക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം പരിശോധിച്ചിട്ട് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമുള്ള നടപടി എടുക്കാൻ സാധിക്കും.